ഹായ് ഹലോ മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇതപ്പോൾ അതുപോലെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനൊരു ചരുവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബൗളിന് ഒരു കപ്പ് റവ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് അതിലൊരു 1.5 കപ്പ് തൈര് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോ എങ്ങനെയോ രണ്ടാമത് തൈര് ഒഴിച്ചത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്ത. അപ്പോൾ 1.5 കപ്പ്, ഒരു കപ്പ് റവയ്ക്ക് 1.5 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളമെല്ലാം നല്ലപോലെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കട്ട ഒട്ടുമില്ലാതെ മിക്സാക്കി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിനായിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പം കൂടുതൽ ആൾ ഉണ്ടെങ്കിൽ, അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേരുവകളെല്ലാം കൂടുതലെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് വെക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വെക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ 1 ടീസ്പൂൺ വരും, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1-2 തണ്ട് കറി ലീഫ് പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കുക. അതെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഈ അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ തീയൊക്കെ ഒന്ന് നോർമലി വെച്ച് ചെയ്യുക, ഒരുപാട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി മതിയാവും. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ 2 പൊട്ടറ്റോ പുഴുങ്ങി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയും അതുപോലെ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ അരപ്പെല്ലാം എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം അതൊന്ന് തണുത്ത് കിട്ടണം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതുപോലെ കയ്യിലെടുത്ത് നല്ലൊരു ഉരുളയാക്കി ഉരുട്ടിയെടുക്കരുത്. ഇതുപോലെ നീളത്തിന് ഇച്ചിരി കട്ടിക്ക് തന്നെ എടുക്കുക കേട്ടോ. ഒരുപാട് നൈസായ അകത്ത് ഫില്ലിങ് കുറവായിരിക്കും. അപ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കുക. ഞാനെടുത്ത് ഇച്ചിരി കുറഞ്ഞു പോയി, ഇച്ചിരി കൂടെയൊക്കെ എടുക്കാം നമുക്ക്. ഇതുപോലെ ഓരോന്നായിട്ട് ഉരുട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആ മാവ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ളതേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂണിനും താഴെ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒരല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയം. ഒരുപാട് കട്ടിയായിട്ട് വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണ്ട. ഇത് ഇത്രയും ലൂസായിട്ട് വേണം, ഒരുപാട് കട്ടിയായിട്ട് വേണ്ട. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന തരത്തിലായിരിക്കണം, ഒരുപാട് കട്ടിയായിട്ട് എടുക്കരുത്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ വലുതായിട്ട് ഉരുട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് നമുക്കൊരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിനകത്ത് അത് നല്ലപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക.
ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ കൊണ്ടോ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് ഞാൻ ആദ്യം എടുത്ത അളവ് ഒരു 3 ഗ്ലാസ്സിൽ ഒഴിക്കാനുള്ള മാവേ തികയത്തുള്ളായിരുന്നു. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാൻ പിന്നെ രണ്ടാമത് മാവ് കലക്കി എടുത്തായിരുന്നു. അപ്പോൾ ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു 1.5 തവി മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിട്ടില്ലേ ഫില്ലിങ് ഇതുപോലെ ഒന്ന് ഗ്ലാസ്സിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം മാവ് നമുക്ക് നിറച്ചൊഴിച്ച് കൊടുക്കുക. ഇതുപോലെ നിറച്ചൊഴിക്കുക. ഒത്തിരി നിറച്ചൊഴിച്ചാൽ ഗ്ലാസ് കവിഞ്ഞു പോകും, അത് വെന്ത് വരുമ്പോഴത്തേനും. അപ്പം ഇത് ഒരു 3 ഗ്ലാസ്സിലായിട്ട് ഞാനിത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കാതെ ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതെടുക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ സൂക്ഷിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇതുപോലെ നല്ലൊരു കോട്ടൺ തുണിയെല്ലാം വെച്ച് പിടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഞാൻ ഒരെണ്ണതാ മാറ്റി എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ കത്തി എന്തെങ്കിലും ഇതുപോലെ എടുത്തിട്ട് ഇതിനകത്തൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ചൂട് മാറിയതിന് ശേഷം ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമാണ്. എനിക്കിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ആ ചൂടോട് തന്നെ ഇതൊന്ന് എടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് കമത്തി വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഇളകി വരും. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ അല്ല കഴിക്കുന്നത്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇച്ചിരി എരിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഇപ്പോൾ ഒന്നുകൂടെ അതിന് ഭംഗിയും കൂടും, കാണാനും കഴിക്കാനും ടേസ്റ്റി ഇരട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കണ്ടോ. ഇത് ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈ പൊടിയൊക്കെ ഒന്ന് കിട്ടത്തക്ക രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, എങ്കിൽ പൊടി കരിഞ്ഞു പോവുകയും ചെയ്യും, അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. കണ്ടോ, ഇപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടില്ലേ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കാം. അപ്പോൾ ഇതിന് വേറെ സെപ്പറേറ്റ് കറി ഒന്നും വേണ്ട. ഇതിനകത്ത് ഫില്ലിങ്ങൊക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള എരിവും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അകത്ത് വെക്കുന്ന ഫില്ലിങ് മാത്രം ഇച്ചിരി കൂടെ ഒന്ന് കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് മണ്ടയ്ക്കുള്ളതാണ്. അപ്പോൾ ഫില്ലിങ് ഇത്തിരി വലുതായിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ എല്ലാ സ്ഥലത്തും കിട്ടുകയും ചെയ്യും, ഇത്തിരി കൂടെ നീളത്തിനൊക്കെ. അപ്പോൾ ഞാൻ എടുത്ത് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടിലെല്ലാവരും ആസ്വദിച്ച് കഴിച്ചോളും. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കാണാനും കഴിക്കാനും അതുപോലെ ഭംഗിയുള്ള ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ ഇതേ സമയം ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.